നമസ്കാരം. മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ വാളഞ്ചേരിയിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 4. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാറക്കോടൻ ഇബ്രാഹിമാണ് ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെയാണ് മരണസംഖ്യ 4 ഉയർന്നത്. മകൻ ബാസിദ് സൗദിയിലേക്ക് മടങ്ങുന്നതിനായി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ദാരുണ അപകടം സംഭവിച്ചത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. അപകടത്തിൽ ഇബ്രാഹിമിന്റെ മകൾ 19-കാരി ബാസില, പാലക്കാട് കൽപ്പാത്തി ശംഖുവരത്തോട് സ്വദേശിയായ ഹൈദരാലിയുടെ ഭാര്യ 42-കാരി സക്കീന, മണ്ണാർക്കാട് മുക്കണ്ണം സ്വദേശികളായ സിദ്ദിഖിന്റെയും സുലേഖയുടെയും മകൻ 24-കാരനായ ഷിയാസ് എന്നിവരും മരണപ്പെട്ടിരുന്നു. മരിച്ച ബാസില ബാസിയത്തിന്റെ സഹോദരിയായിരുന്നു. സക്കീന ബാസിയത്തിന്റെ ഭാര്യ അഫ്രീനയുടെ മാതാവാണ്. വാഹനം ഓടിച്ചിരുന്നത് ബാസിത്തിന്റെ അടുത്ത സുഹൃത്തായ ഷിയാസും. ഏപ്രിൽ 18-നാണ് ഷിയാസിന്റെ വിവാഹം നടക്കാനിരുന്നത്. ഇതിനിടെയാണ് ഈ ദുരന്ത വാർത്ത കുടുംബത്തെയും നാട്ടുകാരെയും ഒക്കെ കണ്ണീരിലാഴ്ത്തിയത്. ബാസിത്തിന്റെ യാത്രയാക്കുവാൻ ബന്ധുക്കൾ 3 കാറുകളിലായി രാവിലെ വീട്ടിൽ നിന്ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയതാണ്. ബാസിത്തിന്റെ യാത്രയ്ക്ക് മടങ്ങുന്നതിനിടെയാണ് മൊറയൂർ വാലഞ്ചേരിയിൽ വെച്ച് കാർ ബസ്സുമായി കൂട്ടിയിടിച്ചത്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബാസിദ് തന്റെ യാത്ര ഉപേക്ഷിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് മടങ്ങിയെത്തി. അപകടത്തിൽ ബാസിദിന്റെ ഭാര്യ അഫ്രീനയും പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാസിദിന്റെ സുഹൃത്തായിരുന്ന ഷിയാസാണ് വാഹനം ഓടിച്ചത്. ഷിയാസിന്റെ വിവാഹം ഏപ്രിൽ 18-ന് നടക്കാനിരിക്കെയാണ് വിയോഗം. ബാസിദ് സൗദിയിലേക്ക് മടങ്ങുന്ന ദിവസം 3 കാറുകളിലായി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ബന്ധുക്കൾ. ബാസിദിന്റെ യാത്രയ്ക്ക് മടങ്ങവേ കാർ മൊറയൂർ വാലഞ്ചേരിയിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടുകയായിരുന്നു. വിമാനത്താവളത്തിലേക്ക് യാത്രയാക്കാൻ എത്തിയ പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെട്ട വിവരം ബാസിദ് അറിയുന്നത് സൗദിയിലേക്ക് വിമാനം കയറുന്നതിന് തൊട്ടു മുൻപാണ്. യാത്ര ഉപേക്ഷിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിൽ മടങ്ങിയെത്തുമ്പോൾ ബാസിദിന് നഷ്ടമായത് സഹോദരിയും ഭാര്യ മാതാവിനെയും സുഹൃത്തിനെയുമാണ്. മേലാറ്റൂർ വെങ്ങൂർ ഞാവൽപ്പടിയിൽ താമസിക്കുന്ന ഇബ്രാഹിമിന്റെയും പിലക്കാടൻ സാജിദയുടെയും മകൻ ബാസിദ് ജോലി ചെയ്യുന്ന സൗദിയിലേക്ക് മടങ്ങുന്ന ദിവസമായിരുന്നു ഇന്നലെ. 3 കാറുകളിലായി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ബന്ധുക്കൾ. ബാസിദിനെ വിമാനത്താവളത്തിലാക്കി മടങ്ങുമ്പോൾ ബാസിദിന്റെ അടുത്ത ബന്ധുക്കളുണ്ടായിരുന്ന കാർ മൊറയൂർ വാലഞ്ചേരിയിൽ ബസ്സുമായി കൂട്ടിയിടിച്ചു. ഗുരുതര പരിക്കുകളോടെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം മറ്റു ബന്ധുക്കൾ ബാസിദിനെ അറിയിക്കുകയായിരുന്നു. യാത്ര ഉപേക്ഷിച്ച് മടങ്ങിയെത്തിയ ബാസിദ് കണ്ടത് സങ്കടകരമായ കാഴ്ചകൾ. സന്തോഷത്തോടെ തുടങ്ങിയ യാത്ര തീരാ ദുഃഖത്തിന്റെ അവസാനത്തിൽ വേദനയിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും. ഇടിയുടെ ആഘാതത്തിൽ ബസിനുള്ളിലേക്ക് കയറിയ കാറിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്തത്. അപകടം നടന്ന ഉടൻ സ്ഥലത്തെത്തിയ കൊണ്ടോട്ടി പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. അപകട സമയത്ത് പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. മഴ പെയ്തതിനെ തുടർന്ന് റോഡിലുണ്ടായ വഴുക്കൽ കാരണം കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാമെന്നാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും സംശയം പ്രകടിപ്പിക്കുന്നത്. നിലവിൽ പാറക്കോടൻ ഇബ്രാഹിം കൂടി മരണപ്പെട്ടതോടെ ഈ അപകടത്തിലെ ആകെ മരണസംഖ്യ 4 ഉയർന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ദാരുണമായ അപകടം ഒരു നാടിനെയാകെ നടുക്കി. മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അമിത വേഗത ഒഴിവാക്കണമെന്നുമുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് വീണ്ടും ഒരു വലിയ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.